ISL-ൽ കേരള ബ്ലാസ്റ്റേഴ്സ് ഈസ്റ്റ് ബംഗാൾ മത്സരം അല്പസമയത്തിനകം. ആദ്യ മത്സരത്തിൽ ഇരു ടീമുകളും പരാജയപ്പെട്ടിരുന്നു. കൊച്ചി ജവഹർലാൽ നെഹ്റു സ്റ്റേഡിയത്തിൽ നിന്ന് നിതിൻ സേവിയർ ചേരുന്നു. ISL 11ാം സീസണിന്റെ രണ്ടാം മത്സരം ബ്ലാസ്റ്റേഴ്സ് ഈസ്റ്റ് ബംഗാളുമായി നേരിടുന്നു. ആ മത്സരം ആരംഭിക്കാൻ ഇനി നിമിഷങ്ങൾ മാത്രമാണ് ബാക്കിയുള്ളത്. ആരാധകരൊക്കെ തന്നെ സ്റ്റേഡിയത്തിലേക്ക് പ്രവേശിച്ചു കഴിഞ്ഞു. ഇപ്പോഴും ആരാധകർ സ്റ്റേഡിയത്തിലേക്ക് എത്തുന്നുണ്ട്. കഴിഞ്ഞ മത്സരത്തെ അപേക്ഷിച്ച് തിരുവോണമായതുകൊണ്ട് തന്നെ കഴിഞ്ഞ മത്സരത്തിൽ 50% കപ്പാസിറ്റി മാത്രമായിരുന്നു സ്റ്റേഡിയത്തിലുണ്ടായിരുന്നത്. പക്ഷേ ഇത്തവണ ഈ മത്സരത്തിൽ 100% ആളുകളെയും സ്റ്റേഡിയത്തിലേക്ക് എത്തുന്നുണ്ട്. 36,000 കാണികൾക്കാണ് മത്സരം കാണാനാകും. പക്ഷേ ഒരുപക്ഷെ കഴിഞ്ഞ മത്സരത്തിൽ കൂടി പകുതി ആളുകളെ കടത്തിവിട്ടതുകൊണ്ട് തന്നെ ഇത്തവണ ഒരുപാട് ആളുകൾ മത്സരം കാണാൻ എത്തുന്നുണ്ട്. ഏതായാലും ആദ്യ മത്സരത്തിൽ പഞ്ചാബ് എഫ്സിയോട് അപ്രതീക്ഷിതമായി അവസാന നിമിഷം ബ്ലാസ്റ്റേഴ്സിന് പരാജയം ഏറ്റുവാങ്ങേണ്ടി വന്നു. അതിൽ നിന്ന് കൃത്യമായി പാഠങ്ങൾ ഉൾക്കൊണ്ടുകൊണ്ട് അല്ലെങ്കിൽ അതിൻ്റെ ക്ഷീണം മായ്ക്കാനാവും തന്നെ കഴിഞ്ഞ വലിയ ആശങ്കയിലാണ് ആരാധകരെ തന്നെ ആ ടീമിൽ നിന്ന് ഈ സ്റ്റേഡിയത്തിൽ നിന്ന് മടങ്ങേണ്ടി വന്നത്. ഈസ്റ്റ് ബംഗാളും ആദ്യ മത്സരത്തിൽ പരാജയപ്പെട്ടിരുന്നു. ഈസ്റ്റ് ബംഗാൾ ബംഗളൂരു എഫ്സിയോടാണ് ഏകപക്ഷീയമായ ഒരു ഗോളിന് പരാജയപ്പെട്ടത്. കഴിഞ്ഞ മത്സരത്തിൽ ക്യാപ്റ്റൻ അഡ്രിയാൻ ലൂണ ബ്ലാസ്റ്റേഴ്സിനായി കളിച്ചിരുന്ന ഈ മത്സരത്തിന് പനി മൂലം അഡ്രിയാൻ ലൂണ ബ്ലാസ്റ്റേഴ്സിനായി കളിക്കില്ല എന്നാണ് കഴിഞ്ഞ ദിവസം പരിശീലകൻ പറഞ്ഞിരുന്നത്. ഒപ്പം തന്നെ ക്വാമി പെപ്പർക്ക് വരും ഒരുപക്ഷെ ജീസസ് ജിമിനസ് ആദ്യ ലെവലിലേക്ക് വന്നേക്കാം. കഴിഞ്ഞ മത്സരത്തിൽ മധ്യനിരയിൽ വലിയ തോതിലുള്ള ഒരു അഭാവം അല്ലെങ്കിൽ ഒരു പവർ റോളിൽ കളിക്കുന്ന ഒരു താരത്തിൻ്റെ അഭാവം പ്രകടമായിരുന്നു. അതുകൊണ്ട് തന്നെ വിപിൻ മോഹൻ ഇന്ന് ആദ്യ ലെവലിലേക്ക് എത്തുമെന്നാണ് കഴിഞ്ഞ ദിവസം കോച്ച് നൽകിയ സൂചന. 5 ഡിഫൻഡർമാരുമായി കളിക്കുന്ന തൻ്റെ പ്രതിരോധ ശൈലി ആ ടാക്ടിക്സിൽ മാറ്റമുണ്ടാവില്ല എന്ന് തന്നെയാണ് കഴിഞ്ഞ ദിവസം പരിശീലനം പറഞ്ഞു. ഒപ്പം തന്നെ ഈസ്റ്റ് ബംഗാളും വലിയ മാറ്റങ്ങളോടുകൂടി തന്നെയാവും എത്തുക. അൻവർ അലി, ഓൾ ഇന്ത്യ ഫുട്ബോൾ ഫെഡറേഷൻ്റെ വിലക്ക് ലഭിച്ചിരുന്ന അൻവർ അലി ഡൽഹി ഹൈക്കോടതി വിലക്ക് മരവിപ്പിച്ചതിനെ തുടർന്ന് ടീമിനൊപ്പം ചേർന്നിട്ടുണ്ട്. അത് കഴിഞ്ഞ ദിവസം ടീമിന് വേണ്ടി പരിശീലനം നടത്തിയിരുന്നു. അപ്പോൾ ഇന്നത്തെ മത്സരത്തിൽ അൻവർ അലി ഇറങ്ങും. ഒപ്പം തന്നെ വലിയ തോതിലുള്ള മാറ്റങ്ങൾ, ഒരു മിനി ബ്ലാസ്റ്റേഴ്സാണ് ഈസ്റ്റ് ബംഗാൾ എന്ന് പറയാം. ബ്ലാസ്റ്റേഴ്സിനായി മുൻപ് കളിച്ചിരുന്ന കഴിഞ്ഞ സീസണിൽ ബ്ലാസ്റ്റേഴ്സിൻ്റെ കുന്തമണിയായിരുന്ന ഡിമിട്രിയോസ് ഡയമൻറ്റക്കോസ് ഉണ്ട്, ജീക്സൺ സിംഗ് ഉണ്ട്. മുൻ സീസണുകൾ ബ്ലാസ്റ്റേഴ്സിനായി കളിച്ച മുഹമ്മദ് റാക്കിബ് ഉണ്ട്, പ്രഭ്സുഖൻ ഗില്ലുണ്ട്, നാവറോ മഹേഷ് സിംഗ് ഉണ്ട്. അപ്പോൾ ഒരു മിനി ബ്ലാസ്റ്റേഴ്സ് തന്നെയാണ്. ഇരു ടീമുകളും ആദ്യ മത്സരത്തിൽ തോറ്റ ഇരു ടീമുകളും പോയിന്റ് നിലയിൽ ആദ്യ പോയിന്റുകൾ നേടുക എന്ന ലക്ഷ്യത്തോടെ 3 പോയിന്റ് കൃത്യമായി നേടുക എന്ന ലക്ഷ്യത്തോടെ തന്നെയാണ് ഇന്നത്തെ മത്സരം. ഏതായാലും ആരാധകരൊക്കെ തന്നെ സ്റ്റേഡിയത്തിൽ എത്തിക്കഴിഞ്ഞു. അവസാന നിമിഷങ്ങളാണ്. ഇനി കൃത്യം 7:30 കൊച്ചി ജവഹർലാൽ നെഹ്റു സ്റ്റേഡിയത്തിൽ മത്സരം ആരംഭിക്കും.